മറുപടിയായോ എന്നാണ് ചോദ്യം. മുഖ്യമന്ത്രിക്ക് എല്ലാ ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി പറയാൻ സാധിച്ചോ? എല്ലാ ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇത് നോക്കൂ, ഇപ്പം 2018 പ്രളയം, 19 പ്രളയം, കോവിഡ് സമയം, ഈ സമയത്തൊക്കെ ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയമാണ്. അന്നത്തെ പിണറായി വിജയൻ പറഞ്ഞ ഒരു വാചകം ഇപ്പോഴും കേരളത്തിൽ നമ്മളെല്ലാവരും ഓർത്തു വെക്കുന്നതാണ്. അത് രാഷ്ട്രീയത്തിൻ്റെ വിശദീകരണത്തിൻ്റെ സമയത്താണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. അത് 2018 19 ഉണ്ടായ പ്രളയവും കോവിഡും അടക്കമുള്ള കാര്യങ്ങളിലാണ്. അവിടെ നിന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നലെയും ഞാൻ പറഞ്ഞതാണ്, 2018 പ്രളയം എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത ഒന്നായിരുന്നു. അന്ന് നമ്മൾ ഒന്നിച്ചിറങ്ങിയേ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. കാരണം അന്ന് നമ്മൾ പല പ്രതിസന്ധികളെയും പരിമിതികളെയും നമ്മൾ വലിയ ജനമുന്നേറ്റത്തിലൂടെയാണ് നേരിട്ടത്. അന്ന് ഈ സംവിധാനങ്ങൾ ഇത്രത്തോളം അലേർട്ട് ഉണ്ടായിരുന്നില്ല. ഈ തരത്തിലുള്ള ഫണ്ട് വിനിയോഗം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഈ പ്രകൃതിക്ഷോഭങ്ങളെയും പ്രളയങ്ങളെയും നേരിടാൻ വളരെ കൃത്യമായ ഒരു SOP പ്രാബല്യത്തിലുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിനെ നേരിട്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാത്രിക്ക് രാത്രി പ്രളയബാധിതമല്ലാത്ത മുഴുവൻ ജനങ്ങളുടെയും യുവജന സംഘടനകളും യുവാക്കളും കഴിയാവുന്നത് എല്ലാ സഹായങ്ങളും പ്രളയമേഖലയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ സാനിറ്ററി നാപ്കിൻ, പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മെഡിസിൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇപ്പം ഈ ഇന്ന ഇടങ്ങളിലൊക്കെയാണ് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറക്കേണ്ടത് എന്ന് വളരെ കൃത്യമായ ധാരണയുണ്ട്. അപ്പോൾ അന്ന് എന്താ സംഭവിച്ചത്? അന്ന് എവിടെ ഈ പ്രളയം ബാധിക്കാത്ത മേഖലകളിൽ എവിടെയൊക്കെ ഏതൊക്കെ സ്കൂളുകളുണ്ടെന്ന് അന്വേഷിക്കുന്നു, അവിടത്തേക്ക് കിടക്കകൾ കൊണ്ടുപോകുന്നു, അവിടത്തേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നു. അങ്ങനെ ഇപ്പം അങ്ങനെയല്ല. എവിടെയൊക്കെയാണ് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ഉണ്ടാവേണ്ടതെന്ന് വളരെ കൃത്യമായ തീരുമാനം മുൻകൂറായി എടുത്തിട്ടുണ്ട്. ഓരോ ഈ പറയുന്ന സ്ഥലങ്ങളിലെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാർ അവിടെ മെഡിക്കൽ ഡ്യൂട്ടിയിലും ഉണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ ഇപ്പോൾ ഇന്നൊരു സ്ത്രീ പറയുന്നത് കേട്ടു, ഞങ്ങൾക്കൊക്കെ ഷുഗറും പ്രഷറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അവർ മരുന്ന് കിട്ടിയില്ല എന്ന് പറയുന്നില്ല, പ്രശ്നങ്ങൾ ഉള്ളവരാണ് എന്ന് പറയുകയും ചെയ്തു. മരുന്ന് കിട്ടിയില്ല എന്ന് പറയുകയും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നതുണ്ട്. പക്ഷെ അപ്പോഴും നമുക്കൊരു ലീഡർഷിപ്പ് വേണം. സിസ്റ്റം നമ്മളോട് പ്രോപ്പറായി സമയബന്ധിതമായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നത് ആശ്വാസം പകരുകയുള്ളൂ. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താലും ഒരു ആശ്വാസവാക്ക് പറയുക എന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണ്. ഇപ്പം നമ്മൾ പല മുഖ്യമന്ത്രിമാർക്കും പല തരത്തിലുള്ള ഒരു അപ്രോച്ചുണ്ട്. നമുക്കിപ്പോൾ നിപ്പ മുൻപ് വന്ന സമയത്ത് ഭയഭീതമായ സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? നമ്മളെല്ലാവരും ഇപ്പോൾ തെക്കൻ ജില്ലകളിൽ പോലും പഴങ്ങളുടെ കൺസംഷൻ വലിയ തോതിൽ കുറഞ്ഞു. വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഇവിടെ നിപ്പയുണ്ടായി. നമ്മുടെ വിപണിയെ ബാധിച്ചില്ല ഇത്തവണ. അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം മുഖ്യമന്ത്രിമാരുടെ തന്നെ അപ്രോച്ചുമായി ബന്ധപ്പെട്ട്, പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് ജനസമ്പർക്ക പരിപാടി ഉമ്മൻചാണ്ടി നടത്തി. ജനസമ്പർക്ക പരിപാടി ഉമ്മൻചാണ്ടി നടത്തിയ സമയത്ത് CPM ഉന്നയിച്ച വിമർശനം എന്താ? തഹസിൽദാർമാർ ചെയ്യേണ്ട, വില്ലേജ് ഓഫീസർമാർ ചെയ്യേണ്ട കാര്യമാണ് ചെയ്തത് എന്ന വിമർശനം ഉന്നയിച്ചു. ശേഷം 6 മണിക്ക് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ കോൺഗ്രസ്സുകാർ ഉന്നയിച്ച വിമർശനം എന്താ? PR തള്ളാണ് എന്ന വിമർശനം ഉന്നയിച്ചു. VD സതീശന് മറ്റൊരു അപ്രോച്ചാണുള്ളത്. അപ്പോൾ VD സതീശൻ പറയുന്നത് ഈ സിസ്റ്റം ഞാൻ വർക്ക് ചെയ്തെടുക്കുകയാണ്, അവിടേക്ക് ഞാൻ പോകേണ്ടതില്ല എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ നിലപാടുള്ളത്. ഉമ്മൻചാണ്ടി ചെയ്ത കാര്യത്തെ പിണറായി വിജയൻ അനുകരിച്ചിട്ടില്ല. മാത്രമല്ല അതിനെ വിമർശിച്ചിട്ടുമുണ്ട് CPM. ഇദ്ദേഹം ഇപ്പോൾ പിണറായി വിജയൻ പൗരപ്രമുഖരുമായി നടത്തിയ ചർച്ച അണ്ടിപ്പരിപ്പ് ചർച്ച എന്ന വിമർശനം ഉണ്ടായിട്ടുണ്ട്. ആരാണ് ഈ പൗരപ്രമുഖന്മാർ? പൗരന്മാർക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നവകേരള ബസ്സിന്റെ ലിഫ്റ്റ് ചോദ്യം ചെയ്തിട്ടുണ്ട്, ദൂർത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മ്യൂസിയം ആക്കണമെന്ന് AK ബാലൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മുഖ്യമന്ത്രിമാർക്കും ഓരോ അപ്രോച്ചാണ്. പക്ഷെ അവിടെയും ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ആശ്വാസ വാക്ക് പറയാൻ മുഖ്യമന്ത്രി എത്തിയാൽ അത് ആശ്വാസം തന്നെയാണ്. അല്ലെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളോട് വാർത്താ സമ്മേളനം നടത്തിയാൽ എൻ്റെ ഓഫീസ് ബ്രീഫ് ചെയ്യും എന്ന് VD സതീശൻ പറഞ്ഞത് അനുചിതമല്ല എന്ന് തന്നെയാണ് ഞാൻ ഉചിതമല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹം അത് ബ്രീഫ് ചെയ്തു എന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷേ പിണറായി വിജയൻ 6 മണിക്ക് വാർത്താ സമ്മേളനം നടത്തിയതിനെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതല്ല അദ്ദേഹത്തിൻ്റെ രീതി എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇനി മറ്റൊരു കാര്യം, ആദ്യത്തെ ദിവസം ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ ഭക്ഷണത്തിന് പ്രശ്നമുണ്ടായി. ഉണ്ടാകരുതാത്തതാണ്. പത്തനംതിട്ടയിലെ ചില കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അന്ന് രാത്രി പിറ്റേ ദിവസം ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ ഭക്ഷണം വിളമ്പേണ്ടതുണ്ട്, അതിനാവശ്യമായ കാര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് വേണം അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അവിടെ നിന്ന് പോകാൻ. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ അവിടെ പോയിരിക്കുന്ന ചോദിക്കാനും വസ്തുതാപരമായ കാര്യങ്ങൾ ചോദിക്കാനുമല്ലേ. എവിടെയാണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഏത് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലാണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പര്യാപ്തമായ മറുപടിയൊന്നും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടിയോ അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ മറുപടിയോ അവിടെ വളരെ പര്യാപ്തമായിരുന്നില്ല എന്നതാണ് അതിൻ്റെ പ്രശ്നം. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. 2 സംഭവങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഒന്ന്, ഈ പത്തനംതിട്ടയിലെ പ്രശ്നം. അതിൽ 3 അഭിപ്രായങ്ങൾ അവർ ഇതിനകം പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ജെനുവിൻ, രണ്ടാമത്തേതാണ് ജെനുവിൻ എന്ന് 2 രാഷ്ട്രീയ പാർട്ടികളും പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? രണ്ട് അഭിപ്രായം അവർ പറഞ്ഞു കഴിഞ്ഞു. സമ്മർദ്ദം കൊണ്ടാണ് ഈ അഭിപ്രായം രണ്ടും പറഞ്ഞത് എന്നത് സംബന്ധിച്ച് യാതൊരു തെളിവും
മുന്നിലില്ല. പിന്നീട് വീണ്ടും അമ്മ മാറ്റി പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് തന്നെ PC വിശ്വനാഥും അബിൻ വർക്കിയും അടക്കമുള്ളവർ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ പോകുമ്പോൾ അവരോട് വളരെ കാര്യമായി സംസാരിച്ചിരിക്കുന്നതും അവരുടെ കൈയെടുത്ത് പിടിച്ച് സംസാരിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നു. അപ്പോൾ അതിലൊരു സംശയമുണ്ട്. ഇനി എന്തെങ്കിലും അവർ സത്യം പറയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വരുത്താൻ കഴിയുള്ളൂ. രണ്ട് അഭിപ്രായങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു സ്ത്രീയുടെ പ്രതികരണം കണ്ടു. അതെന്താണെന്നറിയാമോ? ഞങ്ങളൊക്കെ LDF-കാരാണെന്ന് എല്ലാവർക്കും അറിയാം എന്നവർ പറയുന്നുണ്ട്. ഞങ്ങളുടെ LDF ആയിരുന്നെങ്കിൽ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതൊരു പാർട്ടിക്കാരിയുടെ ബൈറ്റ് എന്ന നിലയ്ക്കാണ് കോൺഗ്രസ്സുകാർ അതിനെ തള്ളി പറയുകയും ചെയ്യുന്നത്. ഒരു ക്യാബേജിൻ്റെ ഇലയും കുറച്ച് ഒരു പിടി ചോറുമാണ് കിട്ടിയത്, ഒരു പേസ്റ്റോ ബ്രഷോ വേണമെന്ന് ചോദിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ട് വിമർശനങ്ങളാണ് ഞാൻ ശ്രദ്ധയിൽ പെടുത്തിയത്. നമുക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും പരാതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളില്ല എന്നുകൂടിയാണ് ഞാൻ ഇന്നുകൂടി ഡെസ്കിൽ അത് കൺഫേം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അതേ സമയത്ത് മുഖ്യമന്ത്രിയുടെ വിരുന്നുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭക്ഷണം അവിടെയാണ് ക്രമീകരിച്ചത്. അദ്ദേഹം ഭക്ഷണം അവിടെ കഴിക്കാൻ പോവുകയും ചെയ്തിരിക്കുന്നു, ശരിയാണ്. പക്ഷേ അതിൽ അനൗചിത്യമുണ്ട്. മുഖ്യമന്ത്രി ഈ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരേണ്ടുന്ന ഒരു സമയമായിരുന്നില്ല അത് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഇവിടെ സംസ്ഥാനം ദുരന്തബാധിതമായ ഒരു സമയമാണ്. ഇന്നലെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സമയമടക്കമാണ് ഈ പ്രശ്നങ്ങളൊക്കെ പുറത്തേക്ക് വരികയും ചെയ്തത്. അതിലൊരു അനൗചിത്യം അത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എങ്കിൽ മറ്റാർക്കും അത് പറയാൻ കഴിയില്ല. അത് ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുകയോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അദ്ദേഹം ഖേദപ്രകടനം നടത്തേണ്ടതായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ വളരെ വ്യക്തിപരമായ തീരുമാനമാണ് എന്നതാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ഇനി ജ്വല്ലറി ഉദ്ഘാടനം യാതൊരു ന്യായീകരണവുമില്ല. ഇപ്പോൾ 2018 പ്രളയം ഉണ്ടായ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് ഔദ്യോഗികമായ എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തു. തിരുവനന്തപുരത്ത് തുടരും. പക്ഷേ ഇന്നത്തെ മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തിട്ടില്ല. അതിൻ്റെ ഏകോപനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മന്ത്രിമാരെ ഓരോ ജില്ലകളിലേക്കും നിയോഗിച്ചിട്ടുണ്ട്. അത് ആ സിസ്റ്റം ചട്ടപ്പടി നടക്കും എന്നുള്ളതായിരുന്നു VD സതീശൻ്റെ വിശ്വാസം. അതിന് വിരുദ്ധമായ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രോപ്പറായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്ന വിമർശനം പലരും ഉന്നയിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് പ്രോപ്പറായ സാധനങ്ങൾ മാറ്റാനുള്ള സമയം അവർക്ക് കിട്ടിയിട്ടില്ല. അതിന് മുമ്പ് വെള്ളം വന്നു, ശരിയാണ്. ഇന്ന് പത്തനംതിട്ടയിൽ 530% അധിക മഴയാണ് ലഭിച്ചത്. രാത്രി 11 മണിക്ക് പോകുന്ന സമയത്ത് മഴയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ഇല്ല. രാവിലെ 4 മണിക്ക് മുങ്ങി. അതിനിടയിൽ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയില്ല. ഇത് മിന്നൽ പ്രളയമായിരുന്നു. ഇനി ഓറഞ്ച് അലർട്ട് അല്ലേ, മിന്നൽ പ്രളയത്തിനുള്ള സാധ്യത പറഞ്ഞിട്ടില്ലേ എന്നുണ്ടെങ്കിൽ ശരിയാ. ഇന്ന് എറണാകുളത്ത് ഏതാ അലർട്ട്? നമ്മളൊക്കെ നമ്മുടെ വീട്ടിലല്ലേ കിടക്കുന്നത്. ഇന്ന് എറണാകുളത്ത് ഓറഞ്ച് അലർട്ടാ. തിരുവനന്തപുരവും കൊല്ലവും മാത്രമാണ് വ്യത്യസ്തമായ സാഹചര്യമുള്ളത്. ബാക്കി 12 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാ. ഇത്രയും മനുഷ്യരോടും രാത്രി മിന്നൽ പ്രളയം ഉണ്ടാകും, നിങ്ങൾ റെഡി ആയിരിക്കണം എന്ന് പറയുന്നുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും നമ്മൾ അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ടോ? ഇങ്ങനൊരു സാഹചര്യം എവിടെയുണ്ട്? ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ 2018 ശേഷവും വയനാട് ദുരന്തത്തിന് ശേഷവും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ചെയ്യുന്നൊരു കാര്യം എന്താ അറിയാമോ? എല്ലാ മുന്നറിയിപ്പുകളും നൽകും. നിങ്ങൾ മണ്ണിടിച്ചിലൊന്നും പ്രവചിക്കാൻ കഴിയില്ല. പക്ഷെ ഇവർ എളുപ്പത്തിൽ എന്താ ചെയ്യുന്നത് അറിയാമോ? മണ്ണിടിച്ചിലുണ്ടാകും, കെട്ടിടങ്ങൾ തകർന്നു വീണും, ഇങ്ങനെ മഴയുമായി ബന്ധപ്പെട്ട ഏറ്റവും മോശപ്പെട്ട സാഹചര്യങ്ങൾ മുഴുവനും ഒരു വാർത്താക്കുറിപ്പായിട്ട് ഇങ്ങനെ ഇറക്കും. 12 ജില്ലകളിൽ ആളുകളെ പുനരധിവസിപ്പിക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? അങ്ങനെയല്ലല്ലോ മാധു. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് ഡിസാസ്റ്റർ പ്രോൺ ഏരിയയിലല്ലേ ആൾക്കാരെ മാറ്റി താമസിപ്പിക്കേണ്ടു. അതിന് ഒരു ഓറഞ്ച് ബുക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ അഫക്റ്റഡ് ആയ സ്ഥലങ്ങളിലുള്ള ഇത്ര പേരെന്ന് നിശ്ചയമായ കണക്കുണ്ട്. അവരെയാണ് മാറ്റി പാർപ്പിക്കുക. അല്ലാതെ ഇപ്പൊ ടൗണിൽ കിടക്കുന്നത് നമ്മളെന്തിനു മാറ്റുന്നത്? അല്ലെ, ഇവിടെ ഓറഞ്ച് അലർട്ട് ആണ് ഇന്നുള്ളത് ഈ ജില്ലയിൽ. ഏരിയയിലല്ല. ഓക്കെ, അല്ല, ഇവിടെയും താഴ്ന്ന പ്രദേശങ്ങളുണ്ട്. ഇപ്പൊ നോക്കൂ, എയർപോർട്ട് റോഡിന്റെ അപ്പുറത്ത് താഴ്ന്ന പ്രദേശമാണ്. അവിടെ വെള്ളക്കെട്ടുണ്ടാവും. അവിടെയുള്ള ആളുകൾ ഒരു കാര്യം കൂടി മുന്നറിയിപ്പ് വരുമ്പോൾ സ്വാഭാവികമായും അത് ഏത് പ്രദേശത്താണ് ആ പ്രദേശത്ത് മണ്ണിടിച്ചിൽ പ്രദേശമില്ല. മണ്ണിടിച്ചിൽ സാധ്യത എന്ന് പറയുന്ന പ്രദേശം നമുക്ക് നിലവിൽ പറയാൻ മേപ്പാടി അടക്കമുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ഇത് നോക്കൂ, ഇവിടെ KK റോഡിൽ 18 ഇടത്തോ മറ്റോ മണ്ണിടിച്ചത്. പിന്നെ കുട്ടിയുടെ വീടിന് 200 മീറ്റർ അപ്പുറത്താണ് ഇന്ന് മലപ്പുറത്ത് മണ്ണിടിഞ്ഞത്. എന്താണ് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രോൺ ഏരിയയാണ്. ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് വളരെ കൃത്യമായി പ്രോപ്പറായി പറയാൻ കഴിയുന്ന സംവിധാനമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അദ്ദേഹം അന്ന് പങ്കെടുത്ത മറ്റൊരു പരിപാടിയുണ്ട്, ഒരു കോഫി ബ്രാൻഡുമായി ബന്ധപ്പെട്ട്. അദ്ദേഹത്തിന് വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ആളുകളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അത് വ്യക്തിപരമായ സെലക്ഷനാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. റദ്ദാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്താണ് റദ്ദാക്കാതിരുന്നത്? ഇന്നലെ നമ്മളും വിദ്യാർത്ഥി സമയത്ത് ചോദിക്കുകയും ചെയ്ത ആ ചോദ്യത്തിന് പക്ഷേ ഇതുവരെയും മറുപടി ഉണ്ടായിട്ടില്ല. PM ശ്രീയൊക്കെ കെട്ടടങ്ങിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഇന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ കരാർ എന്ന് പറയുന്നത് സെപ്റ്റംബറിൽ തീരുന്നതാണ്. അതിനു മുൻപ് 31-ാം തീയതി, അതായത് ഈ മാസം ഇനി യാതൊരു തരത്തിലും ഉപയോഗിക്കേണ്ടതില്ലാത്ത ദിവസമാണ് അദ്ദേഹം അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടായിട്ടില്ല. വ്യക്തിപരമായ കാര്യത്തിലല്ല പറഞ്ഞത് എന്ന കാര്യത്തിൽ അദ്ദേഹം സുതാര്യമായ മറുപടി പറഞ്ഞിട്ടില്ല. അത് ശരിയാണ്, സുതാര്യമായ മറുപടി പറഞ്ഞിട്ടില്ല. നേരത്തെ സ്മൃതിപാഠം പറഞ്ഞതുപോലെ കുറച്ചുകൂടി മര്യാദയ്ക്ക് ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു. അതിൽ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുമുണ്ട്. ഇത്രയുമാണ് എനിക്കതിൽ പറയാനുള്ളത്. അദ്ദേഹം കൃത്യമായ മറുപടി നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം.
PM ശ്രീയിൽ ഒഴികെ അദ്ദേഹം ഒരു തിരിച്ചു ചോദ്യം ചോദിക്കുകയാണ് ചെയ്തത്. എവിടെയെങ്കിലും ദുരിതാശ്വാസ പ്രശ്നം ഉണ്ടായി എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു ചോദ്യം മാധ്യമപ്രവർത്തകർക്ക് ഇന്നയിടത്ത് പ്രശ്നമുണ്ടായാലോ എന്ന് ചൂണ്ടിക്കാണിക്കാൻ കിട്ടില്ല. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ നോക്കൂ, എത്രയോ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തുണ്ട്. ഇതിലെവിടെയെങ്കിലും ഈ പോകുന്നവരെല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ അല്ലേ? ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്നോ CPMന്റെ ഭാഗത്തുനിന്നോ ആ തരത്തിലുള്ളൊരു വീഡിയോ പ്രചാരണം ഉണ്ടായതായിട്ട് എനിക്കറിവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ അത്രമേൽ വലിയ ദാരിദ്ര്യവും പ്രശ്നങ്ങളും ഉണ്ട് എങ്കിൽ സ്വാഭാവികമായും കേരളം പോലെയൊരു സംസ്ഥാനത്ത് അതുമായി ബന്ധപ്പെട്ട വീഡിയോ പുറത്തു വരേണ്ടതാണ്. ഇനി ഉണ്ടെങ്കിൽ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.